ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ മണിയാർ വന്നിട്ട് ഇഞ്ചപ്പുഴ എന്ന് പറയാം. നമ്മൾ വർക്കിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം വന്നേക്കുന്നത് അനുവാണ്. അനു ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ, നമ്മുടെ ചങ്കാണ്, കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ടുള്ള ഞങ്ങളിപ്പോൾ മണിയാർ വന്നിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ ആങ്ങമൂഴിക്കൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനിയും ഇവിടുന്ന് ജീപ്പിനാണ് പോകുന്നത്. ജീപ്പ് ഞങ്ങളിപ്പം വിളിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഞങ്ങളവിടെ CCTV ക്യാമറ വെക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ഫാം ഹൗസാണ്. അപ്പം അവിടെ നേരത്തെ പോയവർ പറഞ്ഞത് അവിടെ അടിപൊളി കാഴ്ചകളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ ചേട്ടാ കണ്ടിട്ടുണ്ടോ കാട്ടാനെ പുലിയൊക്കെ? ഞങ്ങൾ മിക്കപ്പോഴും കാണുന്നുണ്ട്. ആണല്ലേ? പുലിയെ കണ്ടിട്ടില്ല, ആനയെ കാണും മിക്കപ്പോഴും. ആണല്ലേ? പുലിയെ കണ്ടിട്ടില്ലല്ലേ? പക്ഷേ കാൽപ്പാട് കണ്ടിട്ടുണ്ട്. ആണല്ലേ? പുലിയല്ല, കടുവായു കൊണ്ടല്ല നമുക്ക് കൊണ്ടുപോകണ്ട. ആണല്ലേ? അപ്പൊ അത് ഇവിടെ നടന്നിട്ടില്ല. വെല്ലുവനത്തിനകത്തൊക്കെയാണ് വന്ന് കയറി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും വരത്തേയില്ലല്ലേ? വരത്തില്ല പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പിന്നെ വെല്ലും ബ്രേക്കൊന്നും ഇല്ല. പോകുന്ന വഴിയാ പോവാ. ആ പോകുന്ന വഴി തന്നെ തിരിച്ച് വരണമെന്നില്ല. അതങ്ങ് പോവാ. ഇന്ന് നമ്മളിവിടെ കണ്ടെങ്കിൽ നാളെ അങ്ങ് വടശ്ശേഖരായിരിക്കും നിൽക്കുന്നത്. ഇര തപ്പി പോകുന്ന കൊടുത്ത് ഇര കിട്ടുമോ അതിനെ പിടിച്ച് നിന്ന് ഇങ്ങനെ പോവാന്ന്. അല്ലാതെ ഇവിടെ തന്നെ നിൽക്കുമല്ല. ഇവിടേക്ക് ഇറങ്ങാൻ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും അല്ലേ, കഷ്ടമായിരിക്കും. വിഷയമില്ല, ഞങ്ങൾ മിക്കപ്പോൾ ആന കാണുന്നത്. ഏതോ ആന വണ്ടി മുന്നിൽ ഓടും. അല്ല, ആന വണ്ടിയുടെ സൗണ്ടൊക്കെ മാറിത്തരും. മാറാൻ മര്യാദ ശല്യമായിട്ടൊന്നുമില്ല. ശല്യമായിട്ടൊന്നും വണ്ടികൾക്ക് ശല്യമൊന്നും. പിന്നെ ബൈക്കുകാരുടെ അല്ല, ആന വണ്ടിയുടെ സൗണ്ടൊക്കെ മാറിത്തരും. മാറാൻ മര്യാദ ശല്യമായിട്ടൊന്നുമില്ല. ശല്യമായിട്ടൊന്നും വണ്ടികൾക്ക് ശല്യമൊന്നും. പിന്നെ ബൈക്കുകാരുടെ ചാടിക്ക് ഓടിക്കുന്നു. നമുക്ക് പണ്ട് പന്നിക്കൂടുണ്ടായിരുന്നു 2 കാലം മുമ്പ്. അത് 11 മണിക്ക് പന്നിക്ക് തീറ്റയും കൂടെ വന്നപ്പോൾ ഒരു 8 എണ്ണം മുന്നേ റോഡിൽ കൂടെ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾ ഇങ്ങോട്ട് വരും. ഈ വഴിയല്ല, അപ്പുറത്തെ വഴി. നിങ്ങളിവിടെ കയറിയില്ലയോ? ആ റോഡ് അവിടെ ഒരു 7 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി. അവിടെ തോട്ടം വാങ്ങി പോകണമെങ്കിൽ അതിൻ്റെ കുഞ്ഞുൾപ്പെടെയായിരുന്നു. കുഞ്ഞ് ആദ്യം കാട്ടി കയറി. അതിൻ്റെ കുറേ തളകളും എല്ലാം കയറി. പിന്നെ കുറേ മുന്നോട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട്
ഫാം ഹൗസ് കാര്യങ്ങളും അടിപൊളി ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചുറ്റും ഈ കറണ്ട് കമ്പി വലിച്ചിട്ടിരിക്കുകയാണ്. ആനയുടെ ശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഒരു ഫാം ഇത് അനക്കം എന്ന് പറയാനുണ്ട്. വേറെ ഇവിടെ ഒരു ഇത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും കാടിൻ്റെ നടുക്ക് തന്നെ. എല്ലാം എർത്ത് ലൈൻ കിട്ടിയിട്ടുണ്ട്. കറണ്ടാ ഫുള്ള് ഉണ്ടോ ഇതെല്ലാം. ഇവിടെ ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ആന, പുലി, കടുവ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. അപ്പം അതിൻ്റെ ശല്യം കൊണ്ട് ഒരു എർത്ത് ലൈനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫാം ഹൗസ്. ഇവിടെ ഇപ്പം വർക്ക് നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടിപൊളി ഒരു കുളം. അടിപൊളി. ഇപ്പം നല്ല മഴയായിരുന്നു ഇവിടെ. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ക്ലൈമറ്റും സൈലൻ്റായിട്ട് ഉള്ള സ്പേസാണ്. ഇതൊക്കെ ഫുൾ കാടാണ്. ഫുള്ള് കാടിൻ്റെ നടുക്കാണ് സംഭവം. ഗൈസ് ഉണ്ട് ഇവിടെ ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ഫാം ഹൗസാണ്. അപ്പം ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളി വൈബ് പ്ലേസാണ്. Get on my head. 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 Get on my head.